ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 6 ശ്ലോകം 5. നിശേഷ വിശ്വരചനാച്ച കടാക്ഷമോക്ഷ കർണൗ ദിശോശ്യുഗളം തവ നാസികേ ദ്വി ലോഭത്രിപേച്ച ഭഗവന്നതരോത്തരോഷ്ടൗ താരാഗണാശ്ച ദശനാ ശമനശ്ച ദംഷ്ട്രാ. സാരാംശം: കഴിഞ്ഞ ശ്ലോകത്തിൻ്റെ തുടർച്ചയെന്നോണമാണ് ഈ 5-ാം ശ്ലോകവും. അല്ലയോ ഭഗവാനെ, കരുണാസാഗരമേ, നിന്തിരുവടിയുടെ ലീലാകടാക്ഷങ്ങളാണ് ഈ ലോകത്തിലെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് ഹേതു. ഓരോ ഉദാഹരണം ശ്രദ്ധിക്കൂ. കാളീയൻ്റെ അഹങ്കാരദർപ്പശമനത്തിനായി അവിടുന്ന് കാളിന്തിയിലേക്ക് ചാടുന്നതിനു മുന്നോടിയായി കാളിന്തിക്കരയിൽ മരിച്ചു കിടക്കുന്ന ഗോപബാലന്മാരെയും പശുക്കളെയും അവിടുത്തെ ഒരു കടക്കണ്ണ് നോട്ടത്താൽ ജീവിപ്പിച്ചു. ഉറങ്ങി എഴുന്നേൽക്കുന്നത് പോലെയാണ് അവർ എഴുന്നേറ്റത്. അതുപോലെ കുരുക്ഷേത്ര ഭൂമിയിലെ ഭാരതയുദ്ധത്തിൽ വെച്ച് ഭഗവാൻ എതിർപക്ഷത്തുള്ളവരെയെല്ലാം തൻ്റെ ഒരു കടാക്ഷത്താൽ ഹനിച്ചു. ഇത് സ്വയം ഭഗവാൻ തന്നെ അർജുനനോട് പറഞ്ഞതാണ്. കൂടാതെ ഭീഷ്മപിതാമഹനും ഇക്കാര്യം ഭഗവാനോട് ചോദിക്കുകയും ഉണ്ടായിട്ടുണ്ട്. യവനനോടും ജരാസന്ധനോടും ഒരുമിച്ച് യുദ്ധം ചെയ്യേണ്ടി വന്നപ്പോൾ മധുരാപുരിയിലെ ജനങ്ങളെ നിമിഷനേരം കൊണ്ട് അവരറിയാതെ തന്നെ ദ്വാരകാപുരിയിലേക്ക് അവരവരുടെ വീടുകളിലേക്ക് മാറ്റി. ഇതിൽ നിന്നും ഭഗവാന്റെ കടാക്ഷ മാത്രത്താൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടക്കുമെന്ന് മനസ്സിലായല്ലോ. അല്ലയോ ഭഗവാനെ, അവിടുത്തെ ചെവികൾ ദിക്കുകളാകുന്നു. അതുപോലെ അവിടുത്തെ നാസാദ്വാരങ്ങൾ അശ്വിനികുമാരന്മാരാണ്. അവിടുത്തെ മേൽച്ചുണ്ട് ലോഭവും എന്നുവെച്ചാൽ അത്യാഗ്രഹമെന്നാണ്. അത് നാശത്തെ വിധിക്കുമെന്നറിയാമല്ലോ. കീഴ്ച്ചുണ്ട് ലജ്ജയുമാണ്. അവിടുത്തെ പല്ലുകളാവട്ടെ നക്ഷത്രക്കൂട്ടങ്ങളാണ്. ദംഷ്ട്രങ്ങൾ യമനുമാകുന്നു. ഇതിൽ നിന്നും ഒരു കാര്യം സ്പഷ്ടമായി മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാം ഒന്നു തന്നെയാണ് എന്ന പരമസത്യം. എല്ലാം ഭഗവത്മയം. ദ്വൈതഭാവത്തെയല്ല, അദ്വൈതഭാവത്തെ മുറുക്കെ പ്രകാശിപ്പിക്കുകയാണ് മേൽപ്പത്തൂർ നാരായണീയത്തിലൂടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.